ഈ രോഗത്തിന് ഇന്ന് മോഡേൺ സയൻസ് കണ്ടെത്തിയിരിക്കുന്നത് എന്തോ ഒരു മെഷീൻ ഉണ്ട്, ആ മെഷീൻ ഘടിപ്പിക്കണം. ഇലക്ട്രിസിറ്റിയുടെ എന്തോ കുറവുള്ളത് പരിഹരിക്കാനുള്ള ഒരു മെഷീൻ. ഇത് മാറണമെങ്കിൽ ഒരു വലിയ ഓപ്പറേഷൻ ചെയ്ത് ഇത് വെച്ചാലേ മാറൂ, അത് വെച്ചാലും ഗുളിക കഴിക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. പാർക്കിൻസിന്റെ അസുഖമായിരുന്നു. ഫസ്റ്റത്തെ തന്നെ നല്ല മാറ്റം കണ്ടു. ഇപ്പോൾ ഏത് ഗുളികയും കുടിക്കുന്നില്ല. ഡോപ്പമിൻ്റെ കുറവാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ നല്ല സുഖമുണ്ട്. പാർക്കിൻസൺസ് എന്ന് പറഞ്ഞ രോഗം നിലവിൽ മോഡേൺ സയൻസിൽ എത്രയൊക്കെ ചികിത്സിച്ചാലും മാറൂല എന്ന് പറയുന്ന സംഭവം, അത് ഒന്നാമത്തെ സിറ്റിങ്ങിന് ശേഷം തന്നെ പാർക്കിൻസൺസിന്റെ ഷിവറിങ്, വിറവല് അല്ലെ, വിറവല് ഉണ്ടായിരുന്ന ആള് എല്ലാവർക്കും അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് മാറുമെന്ന് ചോദിച്ചാൽ അത് ഉണ്ടാവണമെന്നില്ല. പക്ഷെ ഇതിൽ വന്നിട്ട് ഈ ചികിത്സയിൽ വന്നിട്ട് കിട്ടുന്ന റിസൾട്ടുകളിൽ പാർക്കിൻസൺസിന് മാറ്റം വന്നു. 5 ദിവസമെങ്കിൽ 5 ദിവസം, ഇന്നിപ്പോ 5-ാം ദിവസം അല്ലെ, ഈ 5 ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടിയെങ്കിൽ അത് ചെറുതല്ല. പാർക്കിൻസൺസ് എന്ന് പറഞ്ഞ രോഗത്തെ സംബന്ധിച്ചിട്ട് പൊതുവിൽ അറിയാവുന്നവർക്കൊക്കെ എന്തായാലും അറിയാം. അതിന് ഷിവറിങ് വന്നാൽ ആ ഷിവറിങ് കൂടെ അല്ലാതെ കുറയൂല, മരുന്നിന്റെ എണ്ണം കൂടെ അല്ലാതെ കുറയൂല. ആ ഒരു ചികിത്സക്ക് നമുക്ക് വന്നു, 1-ാമത്തെ ദിവസത്തിന് ശേഷം ഷിവറിങ് നിന്നു, മരുന്നൊന്നും കഴിക്കണമില്ല എന്ന് പറയുമ്പോൾ ഇനി ബാക്കിയുള്ള ലോകത്തുള്ള എല്ലാ പാർക്കിൻസൺസിനും നമ്മുടെ ട്രീറ്റ്മെന്റ് പറ്റും എന്നതിന് മെസ്സേജ് ഇല്ല. കാരണം എല്ലാവർക്കും ഈ ചികിത്സ പറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ ചികിത്സ നമ്മൾ പറഞ്ഞാൽ അനുസരിക്കുന്നവർക്കേ പറ്റൂ. അനുസരിക്കുന്നവർക്ക് എന്തായാലും റിസൾട്ട് ഉണ്ടാവും. പക്ഷെ അതിന് ചിലപ്പോ സമയം പിടിക്കാം, ചിലപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് മാറാം. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് കിട്ടിയ റിസൾട്ട് ആയതുകൊണ്ട് തന്നെ ഈ റിസൾട്ട് കണ്ടാൽ അത് ബാക്കിയുള്ള പാർക്കിൻസൺസ് എല്ലാം ഒറ്റ ദിവസം കൊണ്ട് മാറും എന്നുള്ള മെസ്സേജ് അല്ല. പക്ഷെ ഈ എനർജി ഹീലിംഗ് കൊണ്ട്, മരുന്നില്ലാത്ത ഹീലിംഗ് കൊണ്ട് എന്തെല്ലാം അസുഖത്തിന് മാറും എന്ന് ചോദിക്കുന്നവർക്ക് ഇതൊരു തെളിവാണ്. ഞാൻ ഷംല, കോഴിക്കോട് നിന്ന് വരുന്നു. 32 വയസ്സാണ്. പിന്നെ ഞാൻ 1 വർഷമായി പാർക്കിൻസൺസിൻ്റെ ഗുളിക കഴിക്കുന്നത്. ഇവിടെ ഫസ്റ്റ് ഹീലിങ്ങിൽ ഇരുന്നപ്പോൾ ഗുളിക നിർത്തി. 4 നേരം വെച്ചാണ് ടിഡോമെഡ് എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് കഴിക്കുന്നത്. അതിപ്പോൾ തീരെ ഒഴിവാക്കി, മരുന്നുകളൊന്നും ഇപ്പം കഴിക്കുന്നില്ല. ഇത് മാറണമെങ്കിൽ ഒരു വലിയ ഓപ്പറേഷൻ ചെയ്ത് ഇത് വെച്ചാലേ മാറൂ, അത് വെച്ചാലും ഗുളിക കഴിക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഒരു മെഷീൻ ഘടിപ്പിക്കണം അല്ലെ, ഇലക്ട്രിസിറ്റിയുടെ എന്തോ കുറവാണ്. നമ്മൾ അക്യുപഞ്ചറിൽ പറയാറുണ്ട്, കറണ്ട് പാസ് ചെയ്യുമ്പോൾ മനുഷ്യ ശരീരത്തിൽ കറണ്ട് പാസ് ചെയ്യുന്നതാണ്, മനുഷ്യ ശരീരത്തിൽ കറണ്ട് പാസ് ചെയ്യുന്നുണ്ടെന്നും ആ കറണ്ട് പാസ് ചെയ്യുന്നതിന്റെ ഏറ്റക്കുറച്ചിലാണ് രോഗമെന്നും നമ്മൾ പറയാറുണ്ട്. ഈ രോഗത്തിന് ഇന്ന് മോഡേൺ സയൻസ് കണ്ടെത്തിയിരിക്കുന്നത് എന്തോ ഒരു മെഷീൻ ഉണ്ട്, ആ മെഷീൻ ഘടിപ്പിക്കണം. ഇലക്ട്രിസിറ്റിയുടെ എന്തോ കുറവുള്ളത് പരിഹരിക്കാനുള്ള ഒരു മെഷീൻ. അങ്ങനെ മെഷീൻ ഘടിപ്പിച്ചാൽ അതിന് മാറ്റം ഉണ്ടാവും. അതിന്റെ റേറ്റ് എത്ര വരും? 17 ലക്ഷം. 17 ലക്ഷം രൂപയെ ചെലവുള്ളൂ. എന്നാലും വിറക്കാതിരിക്കാം. സീരിയസ്ലി ചെറിയ കേസല്ല. 17 ലക്ഷം രൂപ കൊടുത്താലും ആ വിറവല് മാറും. എങ്കിൽ 1-ാമത്തെ ദിവസത്തെ ഒരു 500 രൂപ കൊടുത്തപ്പോ വിറവല് മാറിയെങ്കിൽ ഇവിടെ വന്നിട്ട് ഫീസ് തന്നിട്ടാണ് ട്രീറ്റ്മെന്റ് ചെയ്യണമെന്ന് നിങ്ങൾ പറയുന്നത്. പാർക്കിൻസൺസിന് നിങ്ങൾക്ക് എന്തായിരുന്നു, വിറവലായിരുന്നോ? വിറയലുണ്ട്, ചെറുതായിട്ട് ഇപ്പോഴും ഉണ്ട് വിറയൽ. ഇന്നലെ ആമിന ഡോക്ടറെ കണ്ടിരുന്നു. പറഞ്ഞ് 21 ദിവസത്തെ കോഴ്സ് ചെയ്യാനാ പറഞ്ഞത്. അടുത്ത ആഴ്ച കൊണ്ടും വരുന്നുണ്ട് എന്ന് പറഞ്ഞാല് വന്നിട്ട് വിറവലിന് കുറവുണ്ടോ? കുറവുണ്ട്, വേദനക്കൊക്കെ കുറവുണ്ട്. പിന്നെ ഈ സ്പീഡ് കമ്മിക്കൊക്കെ മാറ്റമുണ്ട്, നടത്തത്തിനും കുറേ മാറ്റമുണ്ട്. അപ്പോൾ ഒരു 90% സുഖമായിട്ടുണ്ട്. ഈ വിറയലിൻ്റെ കുറച്ചും കൂടി ഇതുണ്ട്. അപ്പോൾ 21 ദിവസം ചെയ്യുമ്പോൾ റെഡിയാവുന്നാണ് പറഞ്ഞത്. തലവേദനയും നല്ല തലകറക്കവും ക്ഷീണവും ഒക്കെ ഉണ്ടാവലുണ്ട്. ഇവിടെ വന്നപ്പോൾ അതൊന്നുമില്ല. ചെറിയതായിട്ടൊരു ബലക്കുറവുണ്ട്, അതും മാറുന്നാണ് എൻ്റെ വിശ്വാസം. പടച്ചവൻ മാറ്റിത്തരട്ടെ. എന്തായാലും ബാക്കി മാറിക്കോളും. ഇത്ര നാളും കിട്ടിയ റിസൾട്ട് കൊണ്ട് തന്നെ ഈ ദിവസങ്ങൾ കൊണ്ട് കിട്ടിയ റിസൾട്ട് നമ്മൾ മര്യാദക്ക് കണ്ടിന്യൂ ചെയ്യുക. 21 days ബാക്കി എഫക്റ്റ് ചെയ്തോളൂ. താങ്ക് യു.